ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്നൊരു ഓണം സ്പെഷ്യൽ വ്ലോഗ് ചെയ്യാൻ പോവാണ്. അപ്പം നമ്മളിതൊരു നേന്ത്ര കൊല എടുത്തിട്ടുണ്ട്. അത് വെച്ച് നമ്മളൊരു ഐറ്റം ഉണ്ടാക്കാൻ പോവാണ്. നല്ല വലിയൊരു കൊലയാണ്. അപ്പം ഇത് വെച്ചിട്ട് നമ്മളിന്ന് ശർക്കര ഉപ്പേരി ഉണ്ടാക്കാൻ പോവാണ്. അപ്പം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. പച്ച നേന്ത്രക്കായ തോല് പൊളിച്ച് നമ്മൾ മഞ്ഞളിൻ്റെ വെള്ളത്തിലിട്ടുണ്ട്. അത് കറ പോകാൻ വേണ്ടിയിട്ടാണ് മഞ്ഞളിൻ്റെ വെള്ളത്തിലിടുന്നത്. അതിനുശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ ഇന്ന് നമുക്ക് വേണ്ടി ശർക്കര ഉപ്പേരി ഉണ്ടാക്കി തരുന്നത് നമ്മളെ വലിയച്ഛനാണ്. അമ്മേന്റെ അച്ഛനാണ് നമുക്ക് ഇന്ന് ശർക്കര ഉപ്പേരി ഉണ്ടാക്കി തരുന്നത്. ഞാനിപ്പം വയനാട്ടിലാണുള്ളത്. അപ്പോൾ എങ്ങനെയാ കട്ട് ചെയ്യേണ്ട കാര്യം, വലിയച്ഛൻ കട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പം കട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എങ്ങനെയാണെന്നൊക്കെ നമുക്ക് കാണാം. ആദ്യം നമുക്കൊരു നേന്ത്രക്കായ എടുത്ത് ഇതേപോലെ നടുവെ കീറിയെടുക്കാം. എന്നിട്ട് ലേശം കനത്തിൽ കട്ട് ചെയ്തെടുക്കാം. പച്ച നേന്ത്രക്കായ തോല് പൊളിച്ച് മഞ്ഞൾ വെള്ളത്തിലിടുക. അത് കറ പോകാനാണ്. കറ പോയതിന് ശേഷം വെള്ളത്തിൽ നിന്നെടുത്ത് നടുകെ പിളർന്ന് 1/2 ഇഞ്ച് കനത്തിൽ മുറിച്ച് വറക്കണം. ഇനി നമുക്ക് നമ്മുടെ വിറകടുപ്പിലേക്ക് നമ്മളെ ചീൻചട്ടി വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കണം. ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് നല്ല സെറ്റാക്കിയതിന് ശേഷം അതേപോലെ തന്നെ നമ്മളിത് കോരി വെക്കാനുള്ള പാത്രങ്ങളും കാര്യങ്ങളും സെറ്റാക്കി കഴിഞ്ഞാൽ പണി എളുപ്പമായിരിക്കും. ഇത് നമ്മൾ പഴയ മോഡലൊരു ചിമ്മിനി അടുപ്പാണ്. അപ്പോൾ ഇതിലാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഗൈസ്, എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിലേക്ക് നമ്മുടെ കട്ട് ചെയ്ത് വെച്ച കായ ഇട്ട് കൊടുക്കാം. അതുകൊണ്ട് എണ്ണ പൊന്തുന്ന കുറച്ച് തീ കൂടി പോയിട്ടുണ്ട്. കുറച്ച് തീ കുറയ്ക്കേണ്ട പരിപാടി നോക്കട്ടെ. ഇപ്പം ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഉപ്പേരിക്കുള്ള കഷ്ണം എണ്ണയിൽ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിങ്ങോട്ട് കോരാം നമുക്ക്. ഇപ്പോൾ ഒരു ബ്രൗൺ കളറായിട്ടുണ്ട്. ഇപ്പോഴാണ് കോരേണ്ടത്. ഇനി തണുത്തതിന് ശേഷം ബാക്കി കാര്യങ്ങൾ ചെയ്യും. ഗൈസ്, ഇത് നമ്മൾ എണ്ണയിലേക്ക് ഇടുമ്പോൾ വളരെ ശ്രദ്ധിച്ച് കെയർ ചെയ്തിട്ട് മാത്രമേ ഇടാവൂ. കൈയിന്റെ മുകളിലേക്കൊക്കെ തെറിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം വളരെ ശ്രദ്ധിച്ചിട്ടുള്ള കുക്ക് ചെയ്യാം നമ്മള്. അങ്ങനെ നമ്മളങ്ങനെ ഇത് തണുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു പേപ്പറിലിട്ട് നല്ല നിരത്തി വെച്ചിട്ടുണ്ട്. ഇതിലുള്ള എണ്ണയൊക്കെ പോയി നല്ല സെറ്റായി വരട്ടെ. നമ്മുടെ ശർക്കര ഉപ്പേരിയിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ടുള്ള പൊടിക്കാൻ വേണ്ടി എടുത്തു വെച്ച സംഭവങ്ങളാണിത്. ചുക്ക്, അതേപോലെ തന്നെ ജീരകം, അതേപോലെ കുറച്ച് ഏലക്കായ. ഇത് നമ്മൾ അമ്മിന്റെ മുകളിൽ വെച്ച് പൊടിച്ചെടുക്കും. ശർക്കര വെട്ടാൻ ആവശ്യമുള്ള സാധനങ്ങൾ. അതിനായിട്ടുള്ള മെയിൻ സാധനമാണ് നമ്മളെ ശർക്കര.
ആവശ്യത്തിനുള്ള ശർക്കര, അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച ആ പൊടി, അമ്മിക്കല്ലിൻ്റെ കൂടെ പൊടിച്ചു വെച്ചിട്ടില്ലേ അത്, പിന്നെ നേരത്തെ വറുത്ത് വെച്ച നമ്മുടെ കായ, ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ശർക്കര ഉപ്പേരി ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ അടുപ്പത്തേക്ക് നമ്മുടെ ഉരുളി എടുത്തു വെക്കാം. ഉരുളി എടുത്തു വെച്ചതിന് ശേഷം നമുക്ക് തീയൊക്കെ കത്തിച്ച് അത്യാവശ്യം ചൂട് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ശർക്കര ഇട്ട് കൊടുക്കാം. ആവശ്യമുള്ള വെള്ളം. 20 കായക്ക് 1/2 കിലോ ശർക്കരയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അത് നമ്മളെ ഉരുളിയിലിട്ട് ഉരുകി വരുന്നുണ്ട്. ഇത് ഉരുകി പാകമായി വരുമ്പോൾ ചട്ടുക എടുത്തതിൻ്റെ മുകളിൽ ഇങ്ങനെ പൊന്തിച്ചിട്ട് നോക്കിയാൽ മുറിഞ്ഞ് വീഴുന്നതാണ് അതിൻ്റെ പാകം. അപ്പോഴതിൻ്റെ അകത്ത് വറുത്ത് വെച്ച ഉപ്പേരി കഷ്ണങ്ങൾ ഇട്ട് ഇളക്കണം. എന്നിട്ടത് തിരിച്ച് മറിച്ച് ഇളക്കി അത് പൊടിച്ചെടുക്കണം. അപ്പോൾ അതായിട്ടില്ല, ഇപ്പം ആവുന്നേ ഉള്ളൂ. പാനിയായിട്ട് നല്ല കുറുകി വരും. അപ്പം നമ്മുടെ ശർക്കര ഏകദേശം റെഡിയായി വരുന്നുണ്ട്, നന്നായി കുറുകി വരുന്നുണ്ട്. ഏതാണ്ട് ഏറെക്കുറെ ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ അകത്തേക്ക് നമ്മുടെ ഉപ്പേരി വറുത്ത് ചേർക്കാം. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഇത് ദേഹത്ത് തട്ടിയാൽ പൊളിഞ്ഞിങ് പോരും. അപ്പം നേരത്തെ വറുത്ത് വെച്ച കായ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഇട്ടിട്ട് ഇളക്കുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ടാസ്ക്. കാരണം ഇത് നന്നായി ഇളക്കിയെടുക്കണം. ശർക്കര ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്, അതിൻ്റെ അകത്തേക്ക് ചേർത്ത് ഇളക്കുകയാണ്. അതുപോലെ നമുക്ക് ഉരുളി അടുപ്പിൽ നിന്ന് മാറ്റി വെച്ചിട്ട് നന്നായി ഇളക്കിയെടുക്കാം. കാരണം എന്ന് പറഞ്ഞാൽ ഈ ഉരുളി തണിയും പോലെയാണ് ഇത് സെറ്റായി വരുന്നത്. ജീരകപ്പൊടി, ഏലം, ചുക്ക് എന്നീ പൊടികൾ ഇതിൻ്റെ അകത്ത് ചേർത്ത് ഇളക്കുക. ഇതിനകത്ത് കുറച്ച് പശു നെയ്യ് ചേർക്കാം. നന്നായി ഇളക്കി ചേർത്ത് ഇനി ഇത് പൊടിയുന്നത് വരെ ഇളക്കുക. നെയ്യ് ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു സ്വാദുണ്ടാവും. ഏതാണ്ട് പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. ഒന്ന് വിട്ട് പൊടിയൊക്കെ മാറി ഇത് കഷ്ണം വേറെയായി തിരിയണം. നെയ്യിൻ്റെ പശു നെയ്യിൻ്റെ നല്ലൊരു മണവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് നല്ല ഒരു കാണാനും നല്ലൊരു സുഖമുണ്ട്. ഇനി നമുക്കിത് താഴെ ഇറക്കി വെച്ചിട്ട് ഇളക്കി കൊടുക്കാം. ഏതാണ്ട് നമ്മുടെ ശർക്കര ഉപ്പേരി റെഡിയായി വന്നിട്ടുണ്ട്. ഇത് ഒരു ഓട്ടുരുളിയാണ്, ഇതിലും കുറച്ചും കൂടി വേഗം ശരിയായേനെ. ഇത് ഇൻഡാലിയത്തിൻ്റെ ഉരുളി ആയതുകൊണ്ടാണ് ഇത്ര താമസം വന്നത്. ഇത് ശരിക്കും പൊടിഞ്ഞ് ചേർന്ന് കഴിഞ്ഞാൽ ആയി, പിന്നെ ഒന്നും ചെയ്യാനില്ല. തണുത്ത് കഴിയുമ്പോൾ ആവശ്യമുള്ള ഏതെങ്കിലും മൺകലത്തിലോ എന്തെങ്കിലും പാത്രത്തിലേക്ക് മാറ്റിയാൽ മതി. ഗൈസ്, അപ്പം നമ്മുടെ ശർക്കര ഉപ്പേരി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാനിതാ ഒരു ശർക്കര ഉപ്പേരി എടുത്തിട്ടുണ്ട്. എന്തായാലും ഒന്ന് കഴിച്ചു നോക്കട്ടെ. സംഭവം നല്ല ക്രിസ്പി ആയിട്ടുണ്ട്, എല്ലാം നല്ല പാകത്തുണ്ട്, നല്ല സൂപ്പർ ആയിട്ടുണ്ട്. എന്നാലും സംഭവം അടിപൊളിയായിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായി തണിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഇത് ഉരുകിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പം തണിഞ്ഞതിന് ശേഷം നമുക്കൊരു മൺകലത്തിലോ അതേപോലെ ഇതിലൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓണത്തിന് എടുത്തിട്ട് വിളമ്പാം. സദ്യക്ക് വിളമ്പി കഴിഞ്ഞാൽ സംഭവം സൂപ്പർ ആയിരിക്കും. ഇതിന്റെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നോട്ടിഫിക്കേഷൻ വരാനായിട്ട് ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ സൈനിങ് ഓഫ്, ഇറ്റ്സ് മീ DIPZ.